പുതിയ അയൽവക്കം ലാൻഡ് ചെയ്യാണല്ലോ. നിന്നെ കൂട്ടാണെങ്കിൽ സൂപ്പർ ആയി. നല്ല എൻ്റർടൈനറാണ്, ത്രില്ലറാണ് പടം, സസ്പെൻസ് ത്രില്ലറാണ് ജോണർ. നസ്രിയുടെ ഒരു തിരിച്ചുവരവ് ഗംഭീരമാക്കിയിട്ടുണ്ട്. നസ്രിയുടെ അഭിനയം നല്ലതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ്, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. വന്ന അന്ന് മുതൽ വിചാരിക്കുന്നു എല്ലാവരും വിളിച്ച ഒരു ട്രീറ്റ് തരണം. നല്ല സിനിമ, ത്രില്ലടിപ്പിക്കുന്നതാ. പൂവൻകുഴി എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, മഞ്ജു വാര്യർ, അതേവൻ്റെ അടുത്ത് ഒരു ഫീല് പോലെ തോന്നി. കാലത്ത് എന്തിനോ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്തോ മരപ്പെട്ടി ഓടുമ്പോ ഇനി അത് വല്ലതായിരിക്കും. ഒരു അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് കഥ മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളെ പിടിച്ചിരുത്തി കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കും. ഒരു കോമഡിയാണോ അതൊരു സീരിയസ് ആണോ? ഉമ്പർച്ചി ബസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഉടുമ്പടിച്ച് ഇവിടെ കിട്ടാനാണ്. ഫാമിലി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. നസ്രീനെയും ബേസിൽ നമ്മൾ ഈ കണ്ടേക്കുന്ന ലെവലിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. കോമഡിയാണ്. പിടിച്ചിരുത്തുന്നുണ്ടോ സിനിമ? ലാസ്റ്റ് വരെ പിടിച്ചിരുന്നു. നസ്രിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. ഒരു രക്ഷയില്ല. ഓരോ പടങ്ങളും വ്യത്യസ്തമായിട്ടാണ് ചെയ്യണത്. അതേപോലെ നസ്രിയ കംബാക്ക് എന്ന് പറഞ്ഞാൽ കംബാക്ക് ആണ്. എങ്ങനെയുണ്ട് സാറേ? കുഴപ്പമില്ല, നല്ല പടം. ത്രില്ലറാണല്ലോ. ഫുൾ ആക്ടിംഗ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. സ്റ്റോറി വേറെ ലെവൽ, ത്രില്ലർ ആയിട്ടുള്ളൊരു നല്ലൊരു ത്രില്ലർ, സൂപ്പർ ത്രില്ലർ. നിനക്കിപ്പോഴും ഞാൻ പറഞ്ഞ വിശ്വാസമായിട്ടില്ലല്ലോ. സ്ലോ ബേൺ ത്രില്ലറാണ് പടം വരുന്നത്. പിന്നെ ബേസിന്റെ ഒരു വെറൈറ്റി റോളാണ്, ഇതുവരെ കണ്ടിട്ടുള്ളതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു റോളാണ്.